വോട്ട് വോട്ട് അടിച്ചു പൊട്ടി മക്കളെ. 35 അടുത്തത് 36 അടിച്ചപ്പോ തന്നെ എന്റെ തലവേദന എടുക്കണച്ചാ. നീ ജനിച്ച അന്ന് തുടങ്ങിയാണ് എന്റെ തലവേദന. എടാ ഇങ്ങനെ നിൽക്കുന്ന അടുത്ത ഓടി അടിച്ചു പൊട്ടീര്. ഓടടിച്ച് പൊട്ടിക്കാൻ എനിക്ക് പറ്റില്ലച്ചാ. നീ പഠിച്ചാ നന്നാവൂല. അതുകൊണ്ടാണ് ചെറുപ്പം മുതലേ നിന്നെ ഞാൻ ഗിന്നസ് ബുക്ക് കയറാൻ വേണ്ടി ഓരോന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. എന്നെ കൊണ്ട് സാധിക്കൂലച്ചോ. ഈ അടുത്ത കാലത്ത് ഒരു 50 ഓടടിച്ച് പൊടിച്ചാണ് ഗിന്നസ് ബുക്കിൽ കയറിയത്. നീ 51 ഓടടിച്ച് പൊടിച്ച് ഗിന്നസ് ബുക്കിൽ കയറണം. ഞാൻ അടിച്ചു പൊടിച്ചാ ഇല്ല ഇവിടെ 38. അമ്മ ഒന്നും പറയല്ലേ. ഈ തവണയെങ്കിലും ഗിന്നസ് ബുക്ക് ഈ വീട്ടിന് ആ സൈഡിൽ കൊണ്ട് ഞാൻ വെക്കും. ഇല്ലെങ്കിൽ അച്ഛന്റെ പേര് എനിക്ക് കിട്ടും. കോഴിത്തങ്കപ്പനെന്നാ പണിയൊന്നുമില്ലടാ ചെറുക്ക. വന്നേ പറയട്ടെ. ഈ ഇടയ്ക്ക് ഒരു ചെറുക്ക് 50 ഓട് അടിച്ച് പൊടിച്ച് ഗിന്നസ് ബുക്കിൽ കയറി. നിന്റെ മോ ശ്രീജിത്ത് 51 ഓട് അടിച്ച് പൊടിച്ചാ ഇവനാണ് അടുത്ത ഗിന്നസ് ബുക്കിൽ കയറാൻ പോണത്. ഈ കാണുന്ന ഓട് മുഴുവൻ തല്ലിപ്പൊടിച്ച നേരത്തെ 51ാമത്തെ ഓടെടുത്ത് ഇവന്റെ തലക്കെട്ടടിച്ചാ പോരായിരുന്നാ. നിങ്ങൾക്ക് അറിഞ്ഞൂടാ. എടി എന്റെ കൈ എന്റെ മോനെ കിട്ടണം അറിയാവോ? നിങ്ങൾക്ക് എന്ത് കഴിവുണ്ടെന്ന് കൈകൊണ്ടെന്നാ മക്കളെ നിനക്ക് അറിയാമോ? ഈ ഏരിൽ ഞാൻ ആദ്യമായിട്ട് വന്നപ്പോഴേ റെക്കോർഡ് ഇട്ടത് ഞാനല്ലേ ആദ്യമായിട്ട്. അച്ഛൻ റെക്കോർഡ് അച്ഛനുണ്ടായിരുന്ന റെക്കോർഡ്. പിന്നെ ഈ നാട്ടിൽ ആദ്യമായിട്ട് ടേപ്പ് റെക്കോർഡറിൽ പാട്ടിട്ട് സൈക്കിൾ യജ്ഞം നടത്തിയ നിന്റെ അച്ഛനാണ്. അങ്ങനെ ആ പാട്ട് ഡെയിലി കേട്ട് നാട്ടുകാർക്ക് തലക്ക് ഓളോ തല്ലി ഇങ്ങനെ ആംപ്ലിഫയർ തല്ലി പൊടിച്ച് എന്റെ തലയെ കൊണ്ടത് കെട്ടിവെക്കുകയും ചെയ്ത്. അപ്പൊ അച്ഛൻ ആംപ്ലിഫയർ നാട്ടുകാർ ചവിട്ടി പൊട്ടിച്ച് മക്കൾ അവളെ പറഞ്ഞ് പിന്തിരിപ്പിക്കും. മക്കൾ അവരും തളരരുത്. 38 എനിക്ക് സാധിക്കാത്തത് എന്റെ മോ സാധിക്കണം. 39 സാധിക്കും. ചേട്ടൻ ഇങ്ങനെ അടിച്ചു കൊല്ലല്ലേ. കൊല്ലട്രി എനിക്ക് സാധിക്കാത്തത് എന്റെ അളിയന് സാധിക്കുന്നു. കൊല്ലണം അവനെ. മറ്റേ വർത്താനം പറയണ ഒരുമാതിരി. നീ നോക്കിയേ എന്റെ മോടെ വിരൽ എന്താ നോക്കി. കുഴിനോക്കോ മാമ. 18ാമത്തെ വയസ്സിൽ നീ അവളെ കയ്യെ മോതിരം വിട്ടതാ. അവക്കിപ്പോ 24 വയസ്സായി. ഇതുവരെ നീ അവളെ കല്യാണം കഴിച്ചില്ല. ശ്രീജിത്തെ നിന്റെ തീരുമാനം എനിക്കറിയണം. നിനക്ക് അവളെ വേണോ വേണ്ടയോ? നീ അവിടെ പ്രസംഗം തീരട്ടെ. ഞാൻ ഒരു കാര്യം പറയാം. എടി നീ കൂടെ നടന്നു പോകാൻ നേരത്ത് ശ്രീത്തിന്റെ ഭാര്യമാണ് അതാണോ നല്ലത്? ഓക്കെയാണ്. ഗിന്നസ് ശ്രീത്തിന്റെ ഭാര്യ പോണം അതാണോ നിനക്ക് ഇഷ്ടം? ഗിന്നസ് ശ്രീജിത്തിന്റെ ഭാര്യ പോണെന്ന് പറയുന്നത് ഗിന്നസ് കയറിയ ശേഷം മാത്രമേ ഞാൻ കല്യാണം. അമ്മ ചേട്ടൻ പറഞ്ഞതുപോലെ ഗിന്നസിൽ പേര് വന്നിട്ട് മതി ഞങ്ങളുടെ കല്യാണം. നീ പൊട്ടങ്ങുണപ്പന്റെ വാക്കും കേട്ട് തുള്ളിയാ നീ ജീവിതകാലം മുഴുവൻ ഇവിടെ കെട്ടാച്ചിരക്കായിട്ട് നിൽക്കും. ഉള്ള നേരത്തെ നീ അവനെ കല്യാണം കഴിച്ച് നല്ലോണം ജീവിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാം. ഗിന്നസിന് കയറാതെ ഇവൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. അച്ഛാ എങ്ങനെയെങ്കിലും ചേട്ടനെ ഗിന്നസിലൊന്ന് കേറ്റച്ചാ. നിനക്ക് വേണ്ടി എന്റെ മോക്ക് വേണ്ടി ഇന്നവരെ അച്ഛൻ ആരുടെയും കാല് പിടിച്ചിട്ടില്ല. നിനക്ക് വേണ്ടി ഞാൻ കാല് പിടിക്കാം. അവന് ഗിന്നസിനുള്ള ആരെ പരിചയമുണ്ട്? കെ.എസ്. പ്രസാദിനെ. നീ അവിടെ ചെന്നിട്ട് ശേഷാദ്രിയെ കണ്ടു കണ്ണടയൊക്കെ വെച്ചൊരു മധ്യവയസ്കൻ. ഏത് ഗിന്നസ്? ഗിന്നസ് ട്രൂപ്പ്. ഇത് ഒരുമാതിരി മാമ എന്നെ കളിയാക്കാണ്. എന്റെ മോനെ കളിയാക്കില്ല. വർഷങ്ങളായിട്ട് അവൻ ഗിന്നസ് ബുക്കിൽ കയറാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്ത് പ്രാക്ടീസ്? എന്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ആലിയ? കഴിഞ്ഞ മാസം ഇവിടെ പറഞ്ഞിരുന്നു രക്തപ്പുഴയായിരുന്നു. 1001 തേങ്ങ 3 ദിവസം കൊണ്ടാണ് ഞാൻ കടിച്ച് പറിച്ചത്. 1001 തേങ്ങ ഇവ 3 ദിവസം കൊണ്ട് കടിച്ചു പതിച്ചു. 4ാം പൊക്കം ഗിന്നസുകാർ വന്നപ്പോ അവന്റെ അതേ പല്ലിന് വേദന എടുത്തിട്ട് ആ പല്ല് പറിച്ചു കളഞ്ഞ് അവന് തേങ്ങ പൊതിക്കാൻ പറ്റിയില്ല. അവര് ഗിന്നസ് തരാതെ പോയി. നിനക്ക് ഭാഗ്യക്കേടാടാ, ഭാഗ്യമില്ലടാ. ചേട്ടാ ഇവരെല്ലാം പറഞ്ഞിട്ട് ചേട്ടന് മനസ്സിലായില്ലേ? ചേട്ടന് ഭാഗ്യമില്ല ചേട്ടാ. ഭാഗ്യമില്ല പറഞ്ഞോട്ടോ അമ്മ. എനിക്ക് ഭാഗ്യമില്ല നമ്മൾ പറഞ്ഞത്. എടി ഭാഗ്യമുണ്ട്. താൻ ബാധി ദൈവം ബാധിത. അവന് ഭാഗ്യത്തെക്കാളുള്ള എന്നാന്നറിയോ? അവന് കഴിവാണ്. കഴിവുണ്ടെങ്കിൽ അവൻ ഏത് അത്യുന്നതങ്ങളിൽ പോലും എത്തിച്ചേരാം. പക്ഷേ നിനക്ക് ആ കഴിവില്ല. അതുകൊണ്ട് ദൈവത്തോർത്ത് എന്റെ മോളെ കല്യാണം കഴിച്ച് ജീവിക്കാൻ നോക്കടാ ശ്രീജിത്തെ. എന്റെ അളി അവന് കഴിവില്ലെന്ന് പറയരുത്. അങ്ങനെ എന്നെ പറഞ്ഞ എന്റെ മോനെ കൊച്ചാക്കരുത്. എന്റെ കഴിവാണ് അവന് കിട്ടിയിരിക്കുന്നത്. എന്ത് കഴിവ്? ഈ നാട്ടിൽ വന്നപ്പോ മാമൻ എന്തൊക്കെ അത്ഭുത പ്രകടനം കാണിച്ചോണ്ടെന്ന് അറിയാവോ? പണ്ട് മാമൻ തലയില് ചായ ഇട്ട് കുടിക്കുമായിരുന്നു. അയ്യോ ആണോ മമ്മി? നിനക്കെന്താടി വട്ടാണ് പെങ്കൊച്ചെ? തലേന്നത്തെ ചായ ചൂടാക്കി കുടിക്കുകയും ചെയ്യും, പട്ടിക്കൊച്ച ബിസ്ക്കറ്റ് എടുത്ത് കട്ട് ചെയ്യുകയും ചെയ്യും. അതാണ് അങ്ങനെ പറഞ്ഞത്. നമുക്കൊരു വിലയില്ല. അതാണ് എന്റെ അടിച്ച് പൊട്ടിയ അങ്ങോട്ട് താങ്കളേണ്ട നിരുത്സാഹപ്പെടുത്താൻ പലരും വരും. മോൻ നോക്കേണ്ട 42, 43, 46. അയ്യോ അമ്മ പറഞ്ഞ കറക്റ്റാണ്. അച്ഛന്റെ ഈ കിഴങ്ങ് ഐഡിയ ഒന്നും ഇവിടെ പോകൂല. ഒരു കാര്യം ചെയ്യാം. ചൈനയില് പണ്ടൊരാള്
ഇത്ര 10,000 ബർഗർ ഇന്ന് റെക്കോർഡ് ഇട്ട് 10,001 ബർഗർ ഞാൻ തിന്ന റെക്കോർഡ് അത് ഓക്കെയാണ് 10,001 ബർഗർ തിന്നു കഴിഞ്ഞാൽ ഇവ ഓക്കെയാണ് ഗിന്നസ് ബുക്കിൽ കയറും. അളിയൻ അവനേക്കാളും കിഴങ്ങനായി പോയല്ലോ അല്ല കയറുമടിയാ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇപ്പൊ തന്നെ സിറ്റി പോയി ഒരു 10,000 ബർഗർ വാങ്ങിച്ചോണ്ടിരാം. എനിക്ക് വന്ന് ഒരു ബർഗറിന്റെ വില എത്രയെന്നറിയോ? എത്ര? 350 രൂപ. അയ്യോ. 10,000 ബർഗറിന് 35 ലക്ഷം രൂപ. അവിടെ ചെയ്യാൻ തന്നെ 35 ലക്ഷം രൂപ. ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വേറെ കാശ്. ഇതൊക്കെ എവിടുന്ന് എടുത്ത് കൊലകൾ കൊടുക്കുക? മകളെ ശ്രീത്ത് ബർഗർ വേണം. മക്കളെ ബർഗർ വേണം. ബർഗർ നമുക്ക് ബർഗർ വിട്ട് വെട്ടേക്ക് പിടിച്ചാലാ. അതാകുമ്പോ 1.5 ഉള്ളു വെട്ടേക്ക്. അതെങ്ങനെയുണ്ട് അച്ഛാ? അന്നും വേൾഡ് ഫേമസ് കേക്കല്ല അച്ഛാ, എനിക്ക് ബർഗർ മതി. എടാ ശ്രീജിത്തെ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് ഓക്കോട്ട് ഒരു കുഞ്ഞിക്കാലി കാണാൻ എനിക്ക് സാധിക്കുമോ? മാമ ഇപ്പൊ എന്തോന്ന് പറഞ്ഞ? ഒരു കുഞ്ഞിക്കാലി കാണാൻ സാധിക്കുമോ എന്ന്. ഗുഡ് ഐഡിയ. ഇപ്പൊ മാമൻ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഐഡിയ ഓർമ്മ വന്നത്. മക്കളെ, പണ്ട് ഏതോ ഒരു സ്ഥലത്ത്, സ്ഥലം കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, 13 പെൺകുട്ടികളെ ഒരുമിച്ച് ഒരാൾ ഒരേ ടൈമിൽ ഗർഭിണിയാക്കി. ഈജിപ്തില് ഈജിപ്തിൽ തന്നെ ഒരേ ടൈമിൽ അങ്ങ് ഗർഭിണിയാക്കി. ആ സംഭവം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എങ്ങനെ ഇരിക്കും മാമ? കല്യാണം കഴിക്കുന്നതിന് മുമ്പ് 13 പേരെ ഗർഭിണിയാക്കിയിട്ടാണോടാ നീ എന്റെ കൊച്ചിനെ കല്യാണം കഴിക്കാൻ പോണത്? മാമ എന്തോ മാമ മനസ്സിലായില്ലേ? ഇല്ല, കാലം മാറിയില്ലേ. ഗർഭിണിയാക്കാൻ പോകുന്ന പെൺകുട്ടികളെ നമ്മൾ നേരിട്ട് എന്ന് കാണണമെന്നില്ല. നേരിട്ട് കാണാതെ എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടാകുന്നത്? അവൻ ദശരഥം സിനിമ കണ്ടിട്ടുണ്ടോ? ദശരഥൻ സിനിമ ഞാനും അളിയനൂടെ കോട്ടയം അഭിലാഷിപ്പ് കണ്ടപടം. അതെങ്ങനെയാ ഗർഭം ഉണ്ടാക്കുന്നത്? അതിൽ മറ്റേ മോഹൻലാൽ യൂട്യൂബിലൂടെ ഗൂഗിൾ മാപ്പ്. ആപ്പിൾ സ്റ്റോർ. ആപ്പിൾ സ്റ്റോർ അല്ല, ടെസ്റ്റ് ട്യൂബ്. അപ്പൊ ഈ 13 പെൺകുട്ടികളെ നമ്മൾ നേരത്തെ ഒന്ന് കാണണമെന്നില്ല. കാണണ്ട. പുള്ളിക്കാരൻ 13 പേരെ ഗർഭിണിയാക്കിയെങ്കിൽ ഞാൻ 14 പേരെ ഒരേ ടൈമിങ്ങിൽ ഗർഭിണിയാക്കിയെന്ന് കേറാം. ഞാൻ സമ്മതിക്കത്തില്ല. ഞാനും എന്റെ മോളും ഇതിന് സമ്മതിക്കുന്ന പ്രശ്നമില്ല. സമ്മതിക്കത്തില്ല. മാമ വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് മാമ സമ്മതിക്കാം. സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയാം, നിന്റെ മോൻ 14 വരെ ഒരുമിച്ച് ഗർഭിണിയാക്കാൻ പോവുകയാണ്. ഇടിക്കല്ലേ, അവര് വലിയൊരു കോൺട്രാക്ട് സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അവരെ പ്രോത്സാഹിപ്പിക്കേ. ഓ, ഇങ്ങനത്തെ ഒരു പുടിക്കുക തന്നെ. നീ ഇങ്ങ വന്നേ, നീ ഇതെല്ലാം അറിയാനുണ്ടായിരുന്നു. എന്താ അമ്മേ? എടി, ഇവൻ നാട് മുഴുവൻ പെണ്ണും കെട്ടി മക്കളെ കേട്ട് പൊറുക്കാമണം. നിന്റെ ജീവിതം പോയടി. ചേട്ടാ എന്തോന്നായിട്ടാ? നീ തള്ള പറയാനെ കേട്ടോ ചാടി കളിക്കാൻ നിൽക്കല്ലേ. നമ്മൾ ഒരേ വൈബായിട്ട് നീ ആദ്യം പറയണമെന്ന് കേള്. എനിക്ക് സന്തോഷം പറ്റുള്ള കാര്യമാണ്. ഗിന്നസ് തൊട്ടടുത്ത് നിൽക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് എന്റെ ഒരു ആയുധം, ഒരു വജ്രായുധം ഞാൻ ഇറക്കാൻ പോണ ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കും. എന്ന് കേട്ടോണേ. എന്താ പറയേ? 14 പേരെ ഒരേ ടൈമിങ്ങിന് ഞാൻ ഗർഭിണിയാക്കാൻ വേണ്ടി ശ്രമിച്ചാൽ എന്തായിരിക്കും എന്റെ അഭിപ്രായം? നല്ല അഭിപ്രായം. നല്ല അഭിപ്രായം. 14 പേരാണ് ഒരേ സമയത്താണ് ഗർഭിണിയാക്കാൻ ശ്രമിച്ചാൽ എന്റെ അഭിപ്രായം പിന്നെ അടിപൊളി. എങ്ങനെ ഉണ്ട്? താങ്കളുടെ മോള് പറഞ്ഞേട്ടാ. എടി, നിനക്കൊരു ബോധമില്ല. ഇവരെന്തൊക്കെ പറയണെന്ന് വല്ല വിവരമുണ്ടോ? എന്റെ പൊന്നമ്മ, ചേട്ടൻ എന്താ പറഞ്ഞത്? 14 പെൺകുട്ടികളെ ഒരുമിച്ച് ഗർഭിണിയാക്കാൻ ട്രൈ ചെയ്യാൻ പോണെന്നല്ലേ? 6 വർഷമായി ഞങ്ങളുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട്. എന്നെ കെട്ടി ഒരു കൊച്ചുണ്ടാക്കാൻ കഴിയാത്ത ഇങ്ങേരാണ് ഇനി 14 പെണ്ണുങ്ങളെ ട്രൈ ചെയ്യാൻ പോണത്. മക്കളെ, നീ പറഞ്ഞതാണ് കറക്റ്റ്. ഇത്രയും വർഷം ഇവനെ ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഇതുവരെയും ഒരെണ്ണം നേരെ ചൊവ്വയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ദൗത്യം ഈ കോഴിത്തങ്കപ്പൻ ഏറ്റെടുത്തിരിക്കുന്നു. 14 പെണ്ണുങ്ങളെ ഒരുമിച്ച് ഗർഭിണിയാക്കി ഈ കോഴിത്തങ്കപ്പൻ ഗിന്നസ് ബുക്കിൽ പേരെടുക്കാൻ പോകുന്നു. ആ റെക്കോർഡ് കൊണ്ട് ഈ കോഴിത്തങ്കപ്പൻ മലക്കൂ. അതിനു മുമ്പേ നിങ്ങളെ ഞാൻ മലക്കും. അതെങ്ങനെ? 16 അല്ല അച്ഛാ, 49. ഓരന്റെ എന്തോല്ലടാ, എന്റെ 16 നേരെ ചൊവ്വ നടത്തിക്കോടെ. അളിയോ, അടിപൊളിയായിട്ട്